ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അത് റമദാനില് രാത്രിയിൽ നമ്മള് വറവാടയിൽ ഒരു കേക്കൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടാ കിടന്നത്. പിന്നെ സാധാ നോർമൽ ഡേ പോലെ തന്നെ ഇരുന്നു. രാവിലെ എണീറ്റ് അവന് ഫുഡൊക്കെ കൊടുത്ത്. പക്ഷെ വൈകുന്നേരം ആയപ്പോ ഒരു തോട്ട് വന്ന എന്റെ 25th ബർത്ത്ഡേ അല്ലേ, അപ്പൊ അതൊന്ന് മെമ്മറബിൾ ആയിക്കൂടെ. അപ്പൊ സമയം 4 മണിയാക്കി. നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ആവോ ഇല്ലയോന്ന് അറിയില്ലായിരുന്നു. ആശാനാണ് എന്റെ മെയിൻ ഹെൽപ്പർ. അങ്ങനെ ബീഫും കറി വെച്ച് ജ്യൂസും അടിച്ച് കുറച്ച് പോക്കറ്റ് ബ്രെഡും ഉണ്ടാക്കി കുറച്ച് എന്റെ ഫ്രണ്ട്സിന് കൊടുത്തു. ഇനി ഞങ്ങൾക്കൊരു നോമ്പ് തരാ സെറ്റപ്പ് ആക്കി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ജൈനൂട്ടനും മാത്രം. അപ്പോഴേക്ക് സമയം ഏറെക്കുറെ ആയിരുന്നു. പിന്നെ ഓനൊന്ന് അടക്കിയിരുത്തി ടേബിൾ സെറ്റ് ആക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഭാഗ്യത്തിന് ഓനോണ്ട് ചെയറിൽ ഇരുന്നു. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ വേഗം ടേബിളും സെറ്റാക്കി. ഒരു കുഞ്ഞ് ഇഫ്താർ സെറ്റപ്പ് ഉണ്ടാക്കി ഞങ്ങൾ നോമ്പ് തുറന്ന്. അബ്ബ നോമ്പ് തുറക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അബ്ബ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത്. പിന്നെ അബ്ബക്കിലെ നമ്മൾ നേരത്തെ കൊടുത്തു വിട്ടിക്കല്ലോ. ശരിക്കും ഇത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായേ. ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഞങ്ങൾക്ക് എന്ത് നോമ്പ് പറയാൻ വിചാരിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് വല്ലാത്ത നഷ്ടമായി പോയേനെ. ഇതിപ്പോ എനിക്കൊരു ലൈഫ് ടൈം മെമ്മറിയാ. ഓനിതൊരിക്കലും ഓർമ്മ ഉണ്ടാവില്ല നമുക്കറിയാം, പക്ഷെ നമുക്ക് ഓർപ്പിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങളെ കഴിക്കലും കഴിപ്പിക്കലായി കഴിഞ്ഞ് നോമ്പൊരു അടിപൊളിയാക്കി. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ആനിവേഴ്സറി ആണ്. അങ്ങനെ പൊരലേക്ക് വിളിച്ച് ഒരു കേക്ക് മുറിക്കുന്നതൊക്കെ കണ്ട് അതും അടിപൊളിയാക്കി. സംഭവം നോമ്പൊരൊക്കെ അടിപൊളിയായി കഴിച്ച്. പക്ഷെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇനി ഇതൊക്കെ പോയി വൃത്തിയാക്കട്ടെ. അപ്പം എന്നാ നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേട്ടാ. Bye.